ഭിക്ഷ പോലെ മാത്രം കിട്ടിയ നിന്റെ സ്നേഹത്തിന്റെ ചില്ലറ നാണയങ്ങൾക്ക് വേണ്ടി എത്ര വട്ടം ഞാൻ നിന്റെ മുൻപിൽ കാത്തു നിന്നിട്ടുണ്ട്. അവഗണനയാൽ കൊട്ടിയടക്കപ്പെട്ട സ്നേഹത്തിനു മുന്നിൽ കരഞ്ഞു പോയിട്ടുണ്ട്. നീ എന്നിൽ അവശേഷിപ്പിച്ച വിഷാദത്തെ മറികടക്കാൻ എന്റെ കണ്ണുനീർ പുഴയ്ക്ക് ആവില്ലെന്ന സത്യം ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. ജീവിതം ഒരു കൽക്കണ്ട തുണ്ടാണ് എന്ന പുസ്തകത്തിൽ പ്രിയപ്പെട്ട ജെറിറ്റോ കോറിയിട്ട വരികളാണിത്. നമസ്കാരം, ഞാൻ ശ്രീധർമ്മ. ഇന്ന് ഫെബ്രുവരി 14, ലോക വാലന്റൈൻ ദിനം. പരസ്പരം സ്നേഹിക്കുന്നവരുടെ ദിനമാണ് വാലന്റൈൻ ദിനം. ലോകമെമ്പാടുമുള്ള ആളുകൾ തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് ഈ ദിനത്തിൽ സമ്മാനങ്ങൾ കൈമാറുകയും ഇഷ്ടം അറിയിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് മൊബിലിറ്റി ഇൻ ദിസ് ട്രോഫി, അതായത് മൈ ട്രസ്റ്റിന്റെ കൾച്ചറൽ പ്രൊജക്റ്റായ ഇടം നടത്തുന്ന വാലന്റൈൻ പ്രോഗ്രാമിന് ആതിഥ്യം അരുളാനാണ്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ധന്യമാക്കാൻ ഗസ്റ്റായി എത്തിയിരിക്കുന്നത് പ്രസിദ്ധ എഴുത്തുകാരി ജെറി ടോമാണ്. മേഡത്തിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ തന്നെ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരു നന്ദി പറയുകയാണ് കേട്ടോ. എന്നെ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് വിളിച്ചതിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. നമുക്ക് പ്രണയിനികൾക്ക് മാത്രം പ്രണയിക്കുന്നവർക്ക് മാത്രം പറയാനുള്ളതല്ലല്ലോ, സൗഹൃദങ്ങൾക്കിടയിലും നമുക്കൊരു ഹാപ്പി വാലന്റൈൻസ് ഡേ എന്തായാലും പറയാമല്ലോ അല്ലേ. അപ്പൊ ഹാപ്പി വാലന്റൈൻസ് ഡേ എല്ലാവർക്കും. പ്രണയത്തിന്റെ ഒരു പ്രത്യേക ദിവസത്തിന്റെ ആവശ്യകതയോ അല്ലെങ്കിൽ പ്രണയം പറയാൻ ഒരു ദിവസത്തിന്റെ ആവശ്യകതയോ ഉണ്ടെന്ന് നമുക്ക് ആർക്കും തോന്നുന്നില്ല അല്ലെ. പ്രണയം നമുക്ക് എപ്പോ വേണമെങ്കിലും ഒരാളോട് പ്രണയം തോന്നാം. നമുക്കത് തുറന്നു പറയാനുള്ള, ചിലര് തുറന്നു പറയും, ചിലര് തുറന്നു പറയാതിരിക്കും. എന്റെ പ്രണയത്തെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഓർക്കുന്ന പ്രണയം എന്ന് പറയുന്നത് എന്റെ +2 കാലഘട്ടത്തില് ഉണ്ടായ ഒരു പ്രണയമാണ്. എനിക്ക് അങ്ങോട്ട് തോന്നിയതല്ല, എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞൊരു പ്രണയത്തെയാണ്. പക്ഷെ ഏറ്റവും മധുരമായിട്ട് ഇപ്പോഴും ഓർത്തിരിക്കുന്നത് ആ ഒരു കാലത്തെ പ്രണയമാണ്. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ കൂടിയിരിക്കുന്ന അധികം പേരും ഓർക്കുക പണ്ടത്തെ ആ ഒരു സ്കൂൾ കാലഘട്ടത്തിലെ പ്രണയത്തെ ആയിരിക്കും. നമ്മളോട് പ്രണയം ഏതെന്ന് ആദ്യം ചോദിച്ചാൽ പെട്ടെന്ന് പോകുന്നത് സ്കൂൾ കാലഘട്ടത്തിലെ ഒരു പ്രണയത്തിലേക്കായിരിക്കും. നമ്മുടെ ബാല്യത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും മനോഹരമായ ഒരു സൗഹൃദം, അല്ലെങ്കിൽ അത് പതിയെ പതിയെ പ്രണയമായി മാറിയത് ഒക്കെയായി. പ്രണയത്തിന് ഒരു എന്താ പറയാ, ഒരു മഴ പെയ്യുന്നത് പോലെയാണ്, ചാറ്റൽ മഴ പോലെയാണ് പ്രണയം എന്നാ തോന്നിയിട്ടുള്ളത്. അതിങ്ങനെ പതിയെ പതിയെ ഒരു ചെറിയ, നമ്മളിപ്പോ ഒരാളെ കണ്ടു, അയാളോട് സംസാരിച്ചു, നമുക്ക് അയാളോട് ഇഷ്ടം തോന്നുന്നത് പെട്ടെന്ന് ഒരു നിമിഷം തോന്നുന്നതല്ലല്ലോ അല്ലെ. പതിയെ പതിയെ ഒരു ആ മനുഷ്യർ നമുക്കുണ്ടാക്കുന്ന ഒരു സ്നേഹത്തിന്റെ ഒരു തണുപ്പ്, ആ മനുഷ്യനോടൊപ്പം ആയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ആ മനുഷ്യർ നമുക്ക് ആരൊക്കെയോ ആണെന്നുള്ള ഒരു തോന്നൽ, അതൊക്കെയാണ് നമുക്കൊരു മനുഷ്യനോട് പ്രണയം തോന്നാനുള്ള കാര്യം. ശരിക്കും ബാഹ്യമായിട്ടുള്ള ആകർഷണങ്ങൾക്കും അപ്പുറത്ത് മനസ്സുകൾ തമ്മിലുള്ള ഒരു ഒത്തുചേരലാണ് പ്രണയം കൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട്. എൻ മോഹനന്റെ ഒരിക്കൽ എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ട് കേട്ടോ. അതില് അദ്ദേഹം തന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു സ്ത്രീയെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കള് എഴുതാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എഴുതിയത് തന്റെ ജീവിതത്തിൽ നിന്ന് ഒന്നും പറയാതെ, ഒരു കാലത്ത് സ്നേഹിച്ചിരുന്നു, പിന്നെ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയ ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ടാണ്. ആ പുസ്തകത്തിന്റെ അവസാന വരിയിൽ ഇങ്ങനെയാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്: എന്നെ സ്നേഹം പഠിപ്പിച്ച, സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി, നിനക്കെന്നും നല്ലത് വരട്ടെ. നമുക്കൊക്കെ ചിലവർക്കും അങ്ങനെയാണല്ലേ, നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളവരായിക്കൊള്ളട്ടെ, എങ്കിലും നമുക്ക് ആ പ്രണയവും ആ മനുഷ്യനും അത്രത്തോളം മനോഹരമായിട്ടായിരിക്കും ചിലപ്പോൾ തോന്നുക. കാലത്തിന്റെ എത്ര അറ്റത്ത് വെച്ചിട്ടായാലും പിന്നീട് ആ മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. നമുക്ക് അവരോട് എന്താ പറയാ, എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിന്റെ ഇങ്ങനെ ഒരു ആരും കാണാത്ത ഒരിടത്തില് ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കിച്ചു പോകുന്ന ഒത്തിരി പ്രണയങ്ങളുണ്ടല്ലേ. എനിക്ക് തോന്നുന്നു എന്റെ എഴുത്തിൽ കൂടുതലും ഒന്നുകിൽ നഷ്ടപ്പെട്ടു പോയൊരു പ്രണയത്തെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ പറയാതെ പോയ പ്രണയത്തെ കുറിച്ചൊക്കെയാണ് കൂടുതലായിട്ട് എഴുതിയിട്ടുള്ളത്. പ്രണയത്തെ എഴുതുന്നത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ. അപ്പം ഞാനെന്ന് പറയുന്ന ആള്, ഞാൻ പറയാതെ പോയ പ്രണയങ്ങളാണ് എനിക്കുണ്ടായിട്ടുള്ളത്. എനിക്ക് അങ്ങോട്ട് തോന്നിയിട്ടുള്ള പ്രണയങ്ങളൊക്കെയും പറയാതെ പോയ പ്രണയങ്ങളായിരുന്നു. കാര്യം ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നപ്പോഴും വീട്ടില് പറയാൻ എന്താവും പേടി, അങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാൻ ആ അപ്പുറത്ത് നിൽക്കുന്ന ആളോട് തുറന്നു പറഞ്ഞിട്ടില്ല. എന്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്.
അപ്പം അങ്ങനെയുള്ള പ്രണയങ്ങൾക്ക് എപ്പോഴും എന്തോ ഒരു മധുരം തോന്നുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കാലത്ത് പ്രണയങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, നമുക്ക് തട്ടിപ്പറിച്ച് മേടിക്കുന്ന പ്രണയങ്ങൾ എന്നൊക്കെ പറയാം അല്ലെ. അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യർക്ക് ഇല്ലെങ്കിൽ പോലും ഇപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യന് പ്രണയമാണ് എന്നുള്ള ഒരു കാരണത്തില് തട്ടിപ്പറിച്ച് മേടിക്കുക, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക, ശാരീരികമായിട്ട് ഉപദ്രവിക്കുക, മാനസികമായിട്ട് ഒത്തിരി ടോർച്ചർ ചെയ്യുക എന്നൊക്കെയുള്ള കാരണങ്ങൾ ഒത്തിരി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു പ്രണയം ആ ഒരു പണ്ടത്തെ കാലഘട്ടത്തിന്റെ അത്രയും തീവ്രമായിട്ട് ഇപ്പൊ ഇല്ല എന്നൊരു തോന്നലാണ്. എന്റെ അഭിപ്രായം മാത്രമാണോ എന്ന് അറിയില്ല കേട്ടോ. കാര്യം ഇപ്പൊ കൂടുതല് മനസ്സുകൾ തമ്മിലുള്ള ആ ഒരു ഐക്യം വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു കാലമാണല്ലേ. കൂടുതലായിട്ട് പോസസീവ്നെസിന്റെ കാര്യങ്ങൾ വരാൻ തുടങ്ങി, ടോക്സിസിറ്റി വരാൻ തുടങ്ങി അല്ലെ. പ്രണയിക്കുന്ന മനുഷ്യർക്കിടയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് എനിക്ക് തോന്നുന്നു സ്വാതന്ത്ര്യമാണ് കേട്ടോ. അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യൻ അതൊരു വ്യക്തിയാണ്, ഞാനൊരു വ്യക്തിയാണ്, ഞാൻ അനുഭവിക്കുന്ന അത്രയും സ്വാതന്ത്ര്യം തന്നെ ആ മനുഷ്യനും അനുഭവിക്കട്ടെ എന്നൊരു തോന്നലാണ് വേണ്ടത്. പക്ഷെ പ്രണയങ്ങളെ മിക്കവാറും ഇപ്പൊ കടന്നുവിടുന്നത് പൊസസീവ്നെസ് ആണ് കേട്ടോ. ഇപ്പം അപ്പുറത്ത് നിൽക്കുന്ന ആള് വേറൊരാളോട് സംസാരിച്ചാല് അയാൾക്ക് നല്ലൊരു സൗഹൃദം ഉണ്ടായാൽ പോലും അതിനെ വേണ്ട, എന്റെ മാത്രമായിക്കൊള്ളട്ടെ എന്നൊരു തോന്നലിലാണ് മിക്ക പ്രണയങ്ങളും ഇപ്പൊ ഇങ്ങനെ പാതി വഴിയിൽ നിന്നു പോകുന്നത്. അവർക്കിടയിൽ പൊസസീവ്നെസ് വരുന്നു, അവർക്കിടയിൽ ചോദ്യങ്ങൾ വരുന്നു, സംശയങ്ങൾ വരുന്നു. അങ്ങനെ അങ്ങനെ തുറന്നു പറച്ചിലിന് ഇടമില്ലാണ്ടായി. ശരിക്കും തുറന്നു പറഞ്ഞ് പരസ്പരം നല്ല സൗഹൃദങ്ങളായിട്ടുള്ള പ്രണയങ്ങളാണ് നമുക്ക് വേണ്ടത്. പ്രണയത്തില് പ്രണയമായാലും ദാമ്പത്യമായാലും ആദ്യം വേണ്ടത് എനിക്ക് തോന്നുന്നു നല്ല സുഹൃത്തുക്കളായിരിക്കുക എന്നുള്ളതാണ്. നല്ല നല്ല സൗഹൃദങ്ങളായിരിക്കുമ്പോൾ എന്തും തുറന്നു പറയാനുള്ളൊരു ഇടമാകാം. നമുക്ക് അവരോട് ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യൻ അയാളുടെ കുറച്ചുകൂടി മുന്നോട്ട് നടക്കാൻ, അതായത് അയാളുടെ ഇഷ്ടങ്ങളെ ഒരിക്കലും നമ്മൾ പിന്നോട്ട് വലിച്ചു വെക്കാതെ അയാളുടെ ഇഷ്ടങ്ങൾ എന്താണോ അതനുസരിച്ച് അയാളെ ഒന്ന് നീങ്ങാനായിട്ട് അനുവദിക്കുക, നമ്മൾ അതിനൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ്. രണ്ട് വ്യക്തികളായിട്ട് പുസ്തകത്തിൽ ഞാൻ എഴുതിയതുപോലെ പ്രണയിക്കുമ്പോൾ ലോകം രണ്ട് മനുഷ്യരിലേക്ക് ഇങ്ങനെ ചുരുങ്ങി പോകാറുണ്ടല്ലേ. നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ടോ അങ്ങനെ? രണ്ട് മനുഷ്യരിലേക്ക് മാത്രമായിട്ടാണ് ഇങ്ങനെ ലോകം ഫുൾ ഇങ്ങനെ ചുരുങ്ങിപ്പോകും. അപ്പം അവരുടെ ലോകം ആ രണ്ട് മനുഷ്യര് മാത്രമായിട്ട് പോകും. പക്ഷെ അങ്ങനെ വരുമ്പോ പോകെ ആദ്യമൊക്കെ അത് ഓക്കെ ആയിരിക്കും. പക്ഷെ കുറച്ചു നാളൂടെ കഴിയുമ്പോൾ നമുക്ക് സമൂഹത്തിൽ ഇടപെടേണ്ടവരാണ്, സമൂഹത്തില് നമ്മൾ ഇടപെടുന്നവരാണ്, നമുക്ക് സൗഹൃദങ്ങളുണ്ട്. അപ്പൊ ചുരുങ്ങാതെ ആ ലോകത്തിനൊപ്പം തന്നെ സഞ്ചരിക്കുന്ന പ്രണയങ്ങളാവുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ പ്രണയങ്ങളിൽ ഏറ്റവും മികച്ച പ്രണയ പുസ്തകങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഷീറിന്റെ മതിലുകൾ എന്നൊരു പുസ്തകമുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാനത് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് നാരായണിയുടെയും ബഷീറിനെയും, എനിക്കൊന്ന് എല്ലാവരും വായിച്ചിട്ടുള്ളതൊക്കെയാന്ന് തോന്നുന്നു. നാരായണിയുടെയും ബഷീറിന്റെയും കഥയാണ്. അതായത് ഒരു മതിലിന് ഇപ്പുറത്തും അപ്പുറത്തും നിന്നാണ് അവര് പ്രണയിക്കുന്നത്. അവർ തമ്മിൽ പരസ്പരം കാണുന്നില്ല, കാണണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ട് പോലും അവർക്ക് കാണാൻ പറ്റാതെ പോകുന്നു. കാര്യം ബഷീറിന് പെട്ടെന്ന് തന്നെ തടവറയിൽ നിന്ന് മോചനം കിട്ടുന്നു. അങ്ങനെ ബഷീർ പുറത്തേക്ക് പോവുകയാണ്. സംസാരം കൊണ്ട് മാത്രം പ്രണയിച്ച രണ്ട് മനുഷ്യരാണ് മതിലിനപ്പുറവും ഇപ്പുറവും നിന്ന്. പക്ഷെ കാലം അവരെ ഇങ്ങനെ രണ്ട് വഴിയിലേക്ക് തിരിച്ചു വിടുകയാണ്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ പ്രണയങ്ങളും ഇന്നും ചേർത്ത് പിടിച്ച് ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. കുറച്ചു കാലത്തേക്ക് ഉണ്ടായിരുന്നുവെങ്കിലും അതൊരു മനോഹരമായിട്ടുള്ള ഒരു ഓർമ്മയായിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട്. ചിലപ്പോൾ അവര് നമ്മളെ ഉപേക്ഷിച്ചു പോയിട്ടുള്ളതാണെങ്കിൽ പോലും ആ ഒരു സ്നേഹത്തെ നമ്മൾ ഇന്നും നല്ല ഭംഗിയോടെ കാത്തുവെക്കുന്നുണ്ട്. പിന്നെ പ്രണയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രണയത്തിൽ നിൽക്കുമ്പോൾ നമ്മളൊരു മനുഷ്യൻ, അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യൻ എന്ത് പറഞ്ഞാലും അത് ഓക്കെ എന്നുള്ള രീതിയിൽ സംസാരിക്കേണ്ട ഒരാവശ്യവും ഇല്ലെന്നുള്ളത് തന്നെയാണ് കാര്യം. നമ്മളെ അത് ഹാം ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്കത് ദോഷമായിട്ട് ഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഇടത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിപ്പം ഏതൊരു സ്നേഹബന്ധത്തിന്റെ പേരിലാന്ന് പറഞ്ഞാലും നമ്മളായിട്ട് നിൽക്കാൻ അനുവദിക്കാത്ത ഇടങ്ങൾ നമ്മുടെ ഇടങ്ങളല്ല എന്നുള്ളത് തന്നെയാണ്. പ്രണയത്തിന്റെ ഇത്രയൊക്കെയാണ് എനിക്ക് എന്റെ പ്രണയത്തെക്കുറിച്ചും പ്രണയത്തിന്റെ ആശയങ്ങളെ കുറിച്ചും ഒക്കെ പറയാനുള്ളത്. മേഡം ഇന്ന് തൊട്ടാണ് എഴുതി തുടങ്ങിയത്? എത്രയിൽ പഠിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എത്ര ഏജ് ഉള്ളപ്പോഴാണ് എഴുതി തുടങ്ങിയത്? ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് എഴുതുന്നത്. കവിതകളായിരുന്നു എഴുതുന്നത് കേട്ടോ. അന്നത്തെ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പറയും, മമ്മി പറയും എഴുതണ്ട, പഠിക്കാനാ പോകുന്നത്, എഴുതുമൊന്നും വേണ്ട എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ബുക്കിന്റെ പുറവശത്ത് എഴുതി വെക്കും. അപ്പം സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി എന്നൊക്കെ പറയുന്ന ആദ്യമായിട്ട് ഇങ്ങനെ തുടങ്ങിയ സമയമാണ്. അപ്പം അതിനൊരു കവിത
കൊടുക്കാൻ ഇങ്ങനെ ടീച്ചർ പറയുന്നുണ്ട്, മലയാളം അധ്യാപിക. അപ്പൊ ഞാനത് എഴുതി വെച്ച് കൊടുക്കാനായിട്ട് വരുമ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, കൊടുക്കണ്ട, പഠിക്കാനാ പോകുന്നത്, അല്ലാതെ കവിത എഴുതി നടക്കാനല്ല. അന്ന് കീറിക്കളഞ്ഞ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ബുക്കിന്റെ പുറകുവശത്ത് എഴുതിയിട്ട് ഞാൻ തന്നെ ഒന്നെങ്കിൽ 2 പേജ് ഒരുമിച്ച് ഒട്ടിച്ചു വയ്ക്കും, ഇല്ലെങ്കിൽ അത് കീറിക്കളയും. അങ്ങനെയായി. പിന്നെ +2 ആയപ്പോഴും ഒക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. അധികം പുറത്തേക്ക് അറിയിക്കാതെ എന്റെ എഴുത്തുകൾ ഞാൻ എന്നിൽ തന്നെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചു. കോളേജ് കാലഘട്ടമായപ്പോഴും എന്റെ ഒരു കൂട്ടുകാരിക്കൊഴികെ ബാക്കി ആർക്കും അറിയത്തില്ലായിരുന്നു ഞാൻ എഴുതുന്നുള്ളത്. പിന്നെ കല്യാണം കഴിഞ്ഞു. ആ സമയത്ത് നമുക്ക് വായിക്കാൻ സമയമില്ല. അങ്ങനെ ജോലിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. 2020 ഞാൻ പബ്ലിക്കായിട്ട് ഒരു ഫേസ്ബുക്ക് പേജിലൂടെ എഴുതി തുടങ്ങുന്നത്. അന്ന് മുതൽ ഇങ്ങോട്ട് എഴുത്ത് ഉണ്ട്. അപ്പം അങ്ങനെ ആ ഒരു പേജിലൂടെ എഴുതി തുടങ്ങിയപ്പോഴാണ് പബ്ലിഷേഴ്സ് ഇങ്ങനെ വരികയും നമ്മൾ പുസ്തകം പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. എഴുത്തുകളൊക്കെ ലൈഫിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളെ കുറിച്ചിട്ടുള്ള എഴുത്തുകളൊക്കെയാണ്. അങ്ങനെയാണ് എഴുത്തിലേക്ക് വരുന്നത്. ഒരു കാര്യം മനസ്സിലായി, നമ്മള് അപ്പൊ അന്ന് തൊട്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പുസ്തകം ഇറക്കണമെന്ന് കേട്ടോ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടേ വലിയ ആഗ്രഹമായിരുന്നു പേരിൽ എന്തെങ്കിലും ഒന്ന് അടയാളപ്പെടുത്തി വെക്കണം എന്നുള്ളത്. പക്ഷെ ഞാനിപ്പോ ഇത്രയും വർഷമായി കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇതൊന്നും നടക്കില്ല, നമുക്ക് ചില സ്വപ്നങ്ങളൊന്നും നടക്കില്ല എന്ന് വെച്ച് നമ്മൾ നമ്മുടെ ഇങ്ങനെ വെക്കില്ലേ, മൂടി വെക്കില്ലേ, അങ്ങനെ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എന്തോ കാലം അതിനെ പിന്നെയും എടുത്തുകൊണ്ട് വന്നു. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാലും അത് എപ്പോഴെങ്കിലും നമുക്കത് സാധ്യമാകും എന്നുള്ളതാണ് എന്റെ ലൈഫിൽ നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യം. മേഡം ഇപ്പോ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ നേഴ്സാണ്. ഞാനിപ്പോ അയർലൻഡിൽ പോകാനായിട്ട് പ്രോസസ്സിങ് കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ എഴുത്തുകളൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതാണല്ലോ സന്തോഷം. നമ്മുടെ ലൈഫില് നമുക്ക് എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും നമ്മുടെ കുഞ്ഞു കുഞ്ഞു ചില ഇഷ്ടങ്ങളുണ്ടല്ലോ. പടം വരയ്ക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, പാട്ട് പാടാൻ, അങ്ങനെ പല പല ഇഷ്ടങ്ങളുണ്ടല്ലോ. അത് നമ്മൾ എവിടെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് നമുക്ക് എന്താ വേറൊരു സന്തോഷം കിട്ടാനില്ല എന്നുള്ളതാണ്. അത് നൽകുന്ന തൃപ്തി ഒന്ന് വേറെയാണ്. ദിവ്യയാണ്. അപ്പം മാം ഇപ്പം ഒരുപാട് ബുക്കുകൾ വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരു 5 ബുക്ക് നമുക്ക് വേണ്ടി ഇപ്പം വായന തുടങ്ങുന്നവർക്കായിട്ടാണെങ്കിലും അങ്ങനെ ഒരു റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ, എന്തൊക്കെയായിരിക്കും? തീർച്ചയായിട്ടും ചെയ്യാം. MD വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം എനിക്കൊന്ന് ഒട്ടുമിക്ക ആളുകളും വായിച്ചിട്ടുണ്ടാവും, അറിയില്ല. മഞ്ഞിലെ കഥ എന്ന് പറയുന്ന ഒരു കാത്തിരിപ്പിന്റെ കഥയാണ് കേട്ടോ. 9 വർഷങ്ങൾക്ക് ശേഷവും ഇങ്ങനെ വിമല കാത്തിരിക്കുന്ന ഒരു കാത്തിരിപ്പിന്റെ ഒരു പുസ്തകമാണ്. 80 പേജുകൾ. പക്ഷെ നമുക്ക് പെട്ടെന്ന്, തുടക്കക്കാർക്കൊക്കെ പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. അതിൽ ആ ഒരു പുസ്തകം വായിച്ച് അവസാനിപ്പിക്കുന്നതിലും അപ്പുറമായിട്ട് അതൊരു കാത്തിരിപ്പിന്റെ ഒരു ഇത് നമ്മളത് ബാക്കി നിർത്തി പോകുന്ന ഒരു പുസ്തകമാണ്. അതുപോലെയാണ് മതിലുകൾ എന്ന് പറയുന്ന പുസ്തകം, ബഷീറിന്റെ മതിലുകൾ. ബഷീറിന്റെ പുസ്തകങ്ങളൊക്കെയും നമുക്ക് തുടക്കക്കാർക്ക് പെട്ടെന്ന് തന്നെ വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. പ്രേമലേഖനം, പാത്തുമ്മയുടെ ആട് ഒക്കെ. പിന്നെ അതുപോലെ തന്നെ KR മീരയുടെ ആ മരത്തെയും മറന്ന് ഞാൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതും ഒരു ചെറിയ പുസ്തകമാണ്, ഒരു നോവലാണ്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം. അതിലെ തുടക്കം ഇങ്ങനെയാണ്: അച്ഛനൊരിക്കൽ രാധികയെ വഴിയിൽ മറന്നു, അവൾക്കന്ന് 10 വയസ്സ് എന്ന ഒരു ആദ്യത്തെ ഒരു വരി ഇങ്ങനെയാണ് ഈ പുസ്തകത്തിൽ തുടങ്ങുന്നത്. രാധിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ 10 വയസ്സിൽ തുടങ്ങിയുള്ള ജീവിതം, അവരെ അച്ഛൻ ആദ്യം മറന്നു വെച്ച രാധികയെ വർഷങ്ങൾക്കിപ്പുറവും പ്രണയം ഉണ്ടാവുന്നു രാധികയ്ക്ക്. പക്ഷെ ആ പ്രണയത്തിൽ നിന്ന് ഇറങ്ങി പോരേണ്ടി വരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആ കാമുകനാലും രാധിക ഉപേക്ഷിക്കപ്പെട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നോവലാണ്. അതും നമുക്ക് എളുപ്പത്തിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന പുസ്തകമാണ്. അതുപോലെ ബോബി അച്ഛന്റെ കൂട്ട് എന്ന് പറയുന്ന പുസ്തകം, കൂട്ട് സൗഹൃദങ്ങളുടെ ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു പുസ്തകമാണ്. അങ്ങനെ എളുപ്പത്തിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന ഇങ്ങനെ കുറെ പുസ്തകങ്ങളുണ്ട്. ഇനി നമുക്ക് എന്താ ഒരു പാട്ടാകാം. ONV സാറിന്റെ മനോഹരമായ വരികൾ. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ. ഈ ഗാനവുമായി എത്തുന്നു സാബു കോട്ടയം. സാബു ചേട്ടാ, സ്വാഗതം. ആ പാട്ട് പാടുന്നതിന് മുമ്പ് പ്രണയത്തെ പറ്റി തന്നെ ഞാനും പറയാം. അതായത് പ്രണയം ഏറ്റവും മനോഹരമായൊരിതാണ്. അത് എത്ര വയസ്സ് എന്ന് കഴിഞ്ഞാലും നമ്മുടെ ആദ്യ പ്രണയം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പച്ചപിടിച്ച് നിൽക്കും. കാരണം വെച്ചാൽ കൗമാരത്തിലെ പ്രണയമാണ് ഏറ്റവും മനോഹരം എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ പ്രണയം, ശ്രീകുമാരൻ നമ്പി സാർ പറഞ്ഞിരിക്കുന്നത്, നഷ്ടപ്പെടുമ്പോഴാണ് പ്രണയത്തിന് മാധുര്യം കൂടുന്നതെന്ന് പറയുന്നത്.
സഫലമാകുന്ന പ്രണയത്തിന് അത് നമുക്ക് അത് പെട്ടെന്ന് അങ്ങ് മടുത്തു പോകും. അതേസമയം നഷ്ടപ്പെടുന്നതിനെ ഓർത്ത് നമ്മൾ മധുരമായ ഒരു വേദനയോട് കൂടി നമ്മൾ നടക്കും. പിന്നെ ഇന്നത്തെ കാലത്തും പഴയ കാലത്തും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ പാട്ടിൽ തന്നെ മംഗളം നേരുന്നു ഞാൻ എന്നുള്ള പാട്ട് എവിടെയാണെങ്കിലും നിന്റെ സങ്കല്പങ്ങൾ 7 വർണ്ണങ്ങളും വിടർത്തട്ടെ എന്നാ കാമുകൻ ആശംസിക്കുന്നത്. പക്ഷെ ഇന്നത്തെ ഈ പുതിയ കാലഘട്ടത്തിൽ നഷ്ടപ്പെടുന്ന കാമുകി നമ്മളുമായിട്ട് അവള് ഇണങ്ങിപ്പോകുന്നില്ല എങ്കിൽ അവളെ പെട്രോൾ ഇട്ട് കൊല്ലാനാണ് ശ്രമിക്കുന്നത്. വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ടത്തെ കാമുകന്മാർ എല്ലാ ആശംസകളാ. ഏത് പാട്ടും എടുത്തോ, എല്ലാ പാട്ടിനകത്തും ആശംസകളാണ്. പക്ഷേ അത് പുതിയൊരു കാലഘട്ടത്തിലൂടെ നിന്നപ്പം അത് വൈരാഗ്യമായി കത്തിമുനയിലും പെട്രോളിലും അവസാനിക്കുന്ന ഒരു ഇതായി. പ്രണയത്തിൻ്റെ ആ പവിത്രത നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ONV കുറുപ്പ് സാറിൻ്റെ കവിതകളെല്ലാം കൂടുതൽ അകന്നു നിന്നുള്ള പ്രണയമാണ്. അടുത്ത് നിന്ന് വയലാറിൻ്റെ പ്രണയം നുള്ളി നോവിക്കുന്നതും അങ്ങനെയുള്ള പ്രണയമാണെങ്കിൽ ONV സാറിൻ്റെ അകന്നു നിന്നുള്ള പ്രണയമാണ്. അപ്പം ഈ പാട്ടും അങ്ങനത്തെ ഒരു പാട്ടാണ്. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. രാത്രി മഴ പെയ്ത് തോർന്ന നേരം, രാത്രി മഴ പെയ്ത് തോർന്ന നേരം, കുളിർ കാറ്റിലുലച്ചാർത്തുലഞ്ഞ നേരം, ഇറ്റിച്ചു വീഴും നീർ തുള്ളിതൻ സംഗീതം ഹൃതന്ത്രികളിൽ പടർന്ന നേരം, ആരുടെയായൊരു പക്ഷിയൻ ജാലക വാതിലിൻ ചാരേ വാതിലിൻ ചാരേ ചിലച്ച നേരം, ഒരു മാത്ര വെറുതെ പോയി. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. മുറ്റത്തു ഞാൻ നട്ട ചെമ്പകത്തൈയിലെ ആദ്യത്തെ മൊട്ടു വിരിഞ്ഞ നാളിൽ, സ്നിഗ്ധമാരുടെയോ മുടിച്ചാത്തിലൻ മുഗ്ധസങ്കൽപ്പം തലോടി നിൽക്കേ, ഏതോ പുരാതന പ്രേമ കഥയിലെ ഗീതികളെന്നിൽ ചിറകടിക്കേ, ഗീതികളെന്നിൽ ചിറകടിക്കേ, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. മനോഹരമായിട്ട് എത്ര ഫീലോട് കൂടിയ ചേട്ടാ പാടുന്നത്, നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ പ്രണയവും ഇപ്പോഴത്തെ പ്രണയത്തെക്കുറിച്ചും ഒക്കെ കറക്റ്റ് ആയിട്ടാണ് സാബു ചേട്ടൻ നമ്മളോട് സംസാരിച്ചത്. ഒരുപാട് സ്നേഹം ചേട്ടാ. എന്റെ പേര് അഖിൽ. മാം ഇപ്പം പറഞ്ഞ സ്റ്റാർട്ടിങ്ങില് നഷ്ടപ്പെട്ട പ്രണയം അല്ലെങ്കിൽ പറയാതെ പോയ പ്രണയമാണ് പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ എഴുതിയത്.
അപ്പോ അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ അങ്ങനെ പറയാൻ മറന്നുപോയ ആള് അത് വായിച്ചിട്ട് എപ്പോഴും കോണ്ടാക്ട് ചെയ്യുമോ, അല്ലെങ്കിൽ അതിന്റെ വായിച്ചിട്ടില്ല. വായിച്ചിട്ടില്ല അഖിൽ, അത് ഉറപ്പായിട്ടും വായിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വീട്ടിൽ ഇത് വായിച്ചു കഴിയുമ്പോ വീട്ടിലുള്ള ആൾക്കാർ വീട്ടിലേക്ക് ചോദിച്ചു, തീർച്ചയായിട്ടും ചോദിച്ചു. കാര്യം ഞാൻ എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ പള്ളിയിലുള്ള ഒരു ചേട്ടനായിരുന്നു. അപ്പം നമ്മളിങ്ങനെ കാണാനായിട്ടൊക്കെ ഇങ്ങനെ പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അവിടെ ഇങ്ങനെ മാറി നിൽക്കും. അപ്പം പുള്ളി നമ്മളിൽ എനിക്ക് തോന്നുന്നു ഒരു 7 വയസ്സൊക്കെ ഒരു മൂത്ത ഒരു ചേട്ടനായിരുന്നു. അപ്പം പുള്ളി ഭയങ്കര ഇങ്ങനെ ആക്റ്റീവായിട്ട് പള്ളിയുടെ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നതാണ്. അപ്പം നമുക്കൊരു ആ ഒരു പ്രായത്തിലുള്ളൊരു അട്രാക്ഷനോ എന്തൊക്കെയോ. അപ്പം പുള്ളിയെ കൂടുതലായിട്ട് അറിയാൻ പറ്റും. പക്ഷെ പുള്ളിക്ക് ഒരിക്കലും അറിയത്തില്ല കേട്ടോ ഞാൻ അങ്ങനെ നോക്കിയിരുന്നെന്നോ ഞാൻ അങ്ങനെ പ്രണയം ഉണ്ടായിരുന്നെന്നോ ഒന്നും. വീട്ടിലതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ചോദിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ ചുമ്മാ ഒരു തമാശ. ഇപ്പൊ അത് പറയുമ്പോൾ നമ്മളൊരു തമാശ രീതിയിലല്ലേ. അതാണ് പ്രണയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ വർഷങ്ങൾക്ക് ശേഷം പണ്ട് പ്രണയിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു നമ്മളതൊരു ഒരു ചിരിയോടുകൂടി, ഒരു സ്നേഹത്തിന്റെ ഒരു ചിരിയോടുകൂടിയാണ് നമ്മളത് ഓർത്തെടുക്കുക. അത് തന്നെയാണ് അതിന്റെ ഒരു മധുരം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ചോദ്യമായിരുന്നു കേട്ടോ അഖിൽ. താങ്ക് യു. അപ്പൊ അതുപോലെ തന്നെ ഇപ്പം പ്രണയത്തിന് ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ്സ് ആണ് എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞു കൂടുതൽ. അപ്പം കണ്ടന്റ്സ് മുഴുവൻ പ്രണയത്തിന്റെ അല്ല, പക്ഷെ പുസ്തകങ്ങളുടെ പല ഭാഗത്തും പ്രണയത്തിന്റെ. അപ്പം ഇനി ഒന്ന് മാറ്റി എഴുതണമെന്ന് തോന്നുവാണെങ്കിൽ ഏതൊരു സബ്ജക്റ്റ് ആയിരിക്കും എഴുതാൻ താല്പര്യമുള്ള സബ്ജക്ട്? എന്നാലും ഞാൻ ഇനി ഒരു നോവൽ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ ആ നോവലിന്റെ ബേസും ഒരു ഒത്തുചേരാതെ പോകുന്ന ഒരു പ്രണയത്തെ കുറിച്ചിട്ട് തന്നെയാണ്. എനിക്കെന്തോ അങ്ങനെ ഒരു ശരിക്കും അതിലൊരു ഭയങ്കര വല്ലാത്തൊരു കാത്തിരിപ്പുണ്ട്. ഒരു മധുരമായിട്ട് ഇവിടെ ഇപ്പം സംസാരിച്ചിരുന്നല്ലോ. അപ്പം മധുരമായിട്ട് കിടക്കുന്ന ഒരു ഓർമ്മയാണ്. നമുക്കിപ്പം എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു ഓർമ്മ ഭയങ്കര മധുരമായിട്ട് നമ്മൾ ബാക്കി നിൽക്കുന്നതാണ്. സ്വന്തമാക്കുന്ന പ്രണയത്തെക്കാൾ നഷ്ടപ്പെട്ടു പോകുന്ന പ്രണയങ്ങൾക്ക് ഒരു ഭംഗി കൂടുതലാണ്. മേഘമൽഹാർ സിനിമയില് അതുപോലെ പുസ്തകത്തിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലും ആ അവര് പ്രണയം അവർ പറഞ്ഞിട്ടും അവരൊരു ആഫ്റ്റർ മാരേജ് റിലേഷൻഷിപ്പ് പോലും ആയിട്ടും അവരത് പറഞ്ഞിട്ടും വേണമെങ്കിൽ അങ്ങനെ ഒരു ക്ലൈമാക്സിൽ അവർ ഒന്നിക്കുന്നതായിട്ട് വേണമെങ്കിൽ സിനിമയ്ക്ക് അവസാനിപ്പിക്കായിരുന്നു. പക്ഷെ അതൊരു വേർപിരിഞ്ഞു പോകുന്നത് അവസാനിപ്പിച്ചപ്പോഴാണ് ആ സിനിമയുടെ ഭംഗി വന്നത്. അതുപോലെ തന്നെയാണ് മിന്നാരം സിനിമ നമ്മൾ കാണുമ്പോൾ മോഹൻലാലും ശോഭന മരിച്ചു പോകണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നിയിട്ടില്ലേ? അപ്പം അവരൊന്നിച്ചിരുന്നെങ്കിലും. പക്ഷെ അങ്ങനെ 2 വഴിക്ക് പോയപ്പോഴാണ് ആ സിനിമ നമ്മൾ ഇപ്പോഴും ഏറ്റവും ഭംഗിയായിട്ട് ഓർത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അടുത്ത ഒരു നോവലിനെ കുറിച്ച് എഴുതുന്നതിനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് പറയൂ. ഇപ്പൊ അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ജേണലിൽ തന്നെയാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഓർമ്മകൾ. ഈ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് ജീവിതം ഒരു കൽക്കണ്ടത്തുണ്ടാണ്. അത് എൻ്റെ ലൈഫിൽ ഞാൻ കടന്നുപോയ കുറച്ച് ഓർമ്മകൾ. എൻ്റെ ഓർമ്മകളിലും കൂടുതലായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് എൻ്റെ സൗഹൃദങ്ങൾ, അവർ അറിഞ്ഞിട്ടുള്ള കുറെ അനുഭവങ്ങളുണ്ട്. അതായത് നമ്മുടെ ലൈഫില് പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായം തുടങ്ങിയെന്ന് ഇങ്ങനെ കേട്ടോ, ഉള്ളുലഞ്ഞ് ഒരാളെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ നീ എന്നാണ് പുസ്തകത്തിന്റെ തുടക്കം. അതായത് നമ്മുടെ ലൈഫില് നമ്മൾ പറയും, നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ടല്ലേ എനിക്ക് നിന്നോട് എത്രയും സ്നേഹമുണ്ട്, അല്ലെങ്കിൽ നീ പറ നിനക്ക് എന്നെ എത്രയും ഇഷ്ടമാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് നമ്മൾ ചോദിക്കത്തില്ലേ. അപ്പം അങ്ങനെ ചോദ്യങ്ങൾ പലതും കേട്ടിട്ടുള്ളവരാണ് നമ്മള്. സത്യമായിട്ടും ഈ കടൽ പോലെ ആകാശം പോലെയൊക്കെ ആരെങ്കിലും ഒക്കെ സ്നേഹിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരത്തില്ല. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവനവനെ തന്നെയല്ലേ. സെൽഫ് ലവ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മളെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്ക് നമ്മളിലെ ഭംഗി അറിയാൻ പറ്റുന്നത്. കൂടുതൽ എന്താ പറയാ ഭംഗിയായിട്ട് തോന്നുന്നത്, നമ്മളോട് തന്നെ ഒരു ആത്മവിശ്വാസം തോന്നുന്നതൊക്കെ നമ്മൾ അവനവനെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴാണ്. അപ്പം അതിനെ കുറിച്ചിട്ടാണ്. പിന്നെ 2ാമത്തെ അധ്യായം എന്ന് പറയുന്നത് മറവികളെ കുറിച്ചിട്ടാണ്. നീ എന്നെ മറന്നു പോകുമോ എന്ന പുസ്തകത്തിലെ 2ാമത്തെ അധ്യായത്തിന്റെ തുടക്കം കേട്ടോ. അതായത് ഇപ്പം നമ്മുടെ ഏറ്റവും അടുത്ത സൗഹൃദമായിരുന്ന മനുഷ്യർ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊന്ന് ഇപ്പൊ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്ര മനുഷ്യർ ഇപ്പൊ നമ്മുടെ ഒപ്പം ഉണ്ട്. നമ്മളിപ്പോ അപ്പം അങ്ങനെ നമ്മളില് എത്ര മനുഷ്യരെ നമ്മളിങ്ങനെ മറന്നു വെക്കാറുണ്ട്. നമ്മൾ പക്ഷെ അവരെ മറന്നു വെക്കണമെന്ന് മനഃപൂർവ്വമായിട്ടൊന്നും ഉദ്ദേശിക്കുന്ന ആയിരിക്കത്തില്ല. പക്ഷെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തില്, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒക്കെ യാത്രകളിൽ തിരക്കുകളിലൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ മറന്നു വെക്കുന്നു. ഇപ്പൊ നമ്മൾ ചിലപ്പോ ഒരു യാത്രയിൽ പോലും കണ്ടുമുട്ടുന്ന മനുഷ്യരായിരിക്കാം. നമ്മൾ അവരോട് ചിലപ്പം കുറച്ചുനേരം സംസാരിക്കുന്നു, പക്ഷെ അവര് നടന്നു പോയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കുന്നു അയ്യോ അവരുടെ പേര് നമ്മളൊന്നും ചോദിച്ചില്ലല്ലോ. അങ്ങനെ നമുക്ക് പിന്നെ മനഃപൂർവ്വമായിട്ട് നമ്മൾ മറന്നു പോകുന്ന കുറച്ച് മനുഷ്യരുണ്ട്. അതായത് നമ്മൾക്ക് അവരെ ഓർത്തെടുക്കാൻ, അവര് നമുക്ക് നൽകിയ വേദനകൾ കൊണ്ട് നമുക്ക് അവരെ ഓർത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കതൊരു ട്രോമയാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ മറന്നു വയ്ക്കുന്ന മനുഷ്യർ.
അങ്ങനെയാണ് രണ്ടാമത്തെ അധ്യായം. പിന്നീട് ഒരു അധ്യായം എന്റെ ഒറ്റയടി പ്രണയങ്ങളാണ്. അതായത് അങ്ങോട്ട് നമ്മൾ പ്രണയമാണ്, പക്ഷെ നമ്മളത് തുറന്നു പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇപ്പുറത്തോട്ടും നമുക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മളുണ്ടല്ലോ നമ്മുടെ മനസ്സിന്റെ ചെമ്പകത്തണലിൽ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന കുറെ പ്രണയങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറിച്ചിട്ട്. പിന്നെ നമ്മൾ നേരിടുന്ന അപഗണനകളെ കുറിച്ച് ലൈഫില്, അത് എല്ലാ മനുഷ്യരും കടന്നു പോകുന്നതാണ്. ഒരു കാലഘട്ടത്തിലെങ്കിലും ഒരു മനുഷ്യൻ കടന്നു പോയിട്ടുണ്ടാകുന്ന ഒരു അവസരമാണ് അവഗണനകൾ. അവഗണനകൾ എന്ന് പറയുന്ന അവഗണനകളോളം അത്രയും മുറിവ് നൽകുന്ന വേറെ ഒന്നും ഇല്ലെന്ന് ഓർക്കും അല്ലെ. നമ്മൾ ഏറ്റവും സ്നേഹിക്കപ്പെട്ട മനുഷ്യരിൽ നിന്ന് അവഗണിക്കപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുൾ ആണ്. നമ്മളേത് വല്ലാതെ തകർത്ത് കളയും, നമ്മളേത് വല്ലാതെ പുറകിലേക്ക് വലിക്കും. അങ്ങനെ അവഗണനകളെ കുറിച്ചിട്ടുണ്ട്. പിന്നെ കൈവിട്ടുപോയ മനുഷ്യരെ കുറിച്ചിട്ട്, വേണമെന്ന് നമ്മൾ ചേർത്ത് പിടിച്ചിട്ടും നമ്മുടെ കൈവിരൽ വിട്ട് അവരിങ്ങനെ ഊർന്നു പോവുകയാണ്, പക്ഷെ നമുക്കവർ തിരികെ വേണമെന്നുണ്ട്, പക്ഷെ പോകുന്നു. പിന്നെ ഒന്നും അറിയാതെ, അതായത് ചില മനുഷ്യരുണ്ടല്ലോ നമ്മുടെ ലൈഫിലേക്ക് പ്രതീക്ഷിതമായിട്ട് കടന്നു വരിക. അവർ വന്നു കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് ആകെ മൊത്തം കളർഫുൾ ആവും. അത്രയും നാളെ നമ്മള് ഒന്നും ഇല്ലായിരുന്നു എന്ന് വിചാരിച്ചു, പക്ഷെ ആ ഒരു മനുഷ്യന്റെ വരവോടുകൂടി നമ്മുടെ ജീവിതം ആകെ മൊത്തം മാറി മറിയാം. നമ്മളെ നന്നായിട്ട് കേട്ടിരിക്കുന്ന, നമ്മുടെ ലൈഫിൽ ഒരു കുഞ്ഞു കാര്യങ്ങൾ പോലും വളരെ ഭംഗിയോടെ ശ്രദ്ധയോടെ നമ്മളെ കേട്ടിരിക്കുന്ന, നമുക്കിപ്പോ ഒരു സങ്കടം വന്നാലും അപ്പുറത്ത് നിൽക്കുന്ന ആൾ വിളിച്ചിട്ട് കരഞ്ഞു, കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് തുറന്ന് കരയാൻ പറ്റുന്ന അങ്ങനെയുള്ള കുറച്ച് മനുഷ്യർ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കടന്നു പോയിട്ടുണ്ടാവും. അപ്പൊ ആ മനുഷ്യരെ കുറിച്ചിട്ട്. പിന്നെ തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സ്നേഹത്തിന്റെ പുതപ്പ് വെച്ച് നീട്ടുക എന്നാണ് ഞാൻ അതിൽ എഴുതിയിരിക്കുന്നത്. അതായത് അവർക്ക് തിരിച്ച് അവർ കണക്കുകളൊന്നും സൂക്ഷിക്കാറില്ല. നമ്മൾ അവരെ തിരിച്ച് സ്നേഹിച്ചോ, നമ്മൾ അവർക്ക് തിരിച്ച് സമ്മാനങ്ങൾ വാങ്ങി നൽകിയോ എന്നൊന്നും ഓർക്കാറില്ല. പക്ഷെ അവര് നമ്മളെ അത്രയും ഭംഗിയായിട്ട് കാത്തു സൂക്ഷിക്കുന്നു. അങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ച്. പിന്നെ അമ്മയെ കുറിച്ചിട്ടാണ് ഏറ്റവും അവസാനത്തെ അധ്യായം. അതിനിടയിൽ കുറെ അധ്യായങ്ങൾ വന്നു പോകുന്നുണ്ട് കേട്ടോ. ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നിയ സ്നേഹം അമ്മയുടെ സ്നേഹമാണ് കേട്ടോ. കാര്യം ഞാൻ എൻ്റെ ഫോണിൽ ഏറ്റവും കൂടുതൽ കട്ട് ചെയ്ത് വിടുന്ന കോൾ, അല്ലെങ്കിൽ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് വിടുന്ന കോള് അമ്മയുടെയാണ്. മമ്മി വിളിക്കുമ്പോൾ ഞാൻ പറയും ഒരു 5 മിനിറ്റ് ഞാൻ തിരക്കാട്ടോ, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് പോകും. പിന്നീട് ചിലപ്പോൾ ഞാനത് മറന്നു പോകും, പക്ഷെ മമ്മി അത് ഓർത്തിട്ട് തിരിച്ചു വിളിക്കും. അതുമല്ല, നമ്മളിപ്പോ ഒരു യാത്ര കഴിഞ്ഞിട്ട് വരുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പം എന്തെങ്കിലും ഒരു കുറച്ച് ദൂരത്തുനിന്ന് കുറെ ദൂരം നാളുകൾക്ക് ശേഷം വരുമ്പോഴും ആദ്യം അമ്മ കാണുമ്പോൾ പറയുന്നത് എന്താ? അയ്യോ ക്ഷീണിച്ചു പോയി. എത്ര വണ്ണം വെച്ചിരുന്നാലും അമ്മ ആദ്യം പറയുന്നത് എന്താ? അയ്യോ ക്ഷീണിച്ചു പോയി. പിന്നെ അമ്മ ഉണ്ടാക്കി തരുന്ന ആഹാരത്തിന്റെ സ്വാദ്, എനിക്ക് തോന്നുന്നു ബോബിയച്ചന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഈ ലോകത്തിലെ ഏറ്റവും രുചിയേറിയ ഇടം അമ്മയുടെ അടുക്കളയാണ് അല്ലെ. ആ രുചിയോളം വേറെ ഒരു എത്ര വലിയ ഷെഫ് ഫുഡ് ഉണ്ടാക്കി തന്നെന്ന് പറഞ്ഞാലും നമുക്ക് ആ രുചിയോളം വരില്ല. ആ രുചിയുടെ എന്താ പറയാ, ചമ്മന്തി കൂട്ടിയായാലും ഇപ്പൊ അമ്മ ഒരു ഉരുള ചോറ് വാരിത്തരുമ്പം അതിന്റെ ഒരു സ്വാദ്, തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ ഈ ഭൂമിയിൽ സ്നേഹിക്കുന്ന ഒരാള് അമ്മയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അമ്മയെ കുറിച്ചിട്ടുള്ളതാണ് ഏറ്റവും അവസാനത്തെ അധ്യായം. അങ്ങനെയൊക്കെയാണ് പുസ്തകത്തിന്റെ മൊത്തത്തിലുള്ള ഒരു പുസ്തകം അങ്ങനെയാണ്. പിന്നെ കൽക്കണ്ടത്തുണ്ടെന്നുള്ള പേരിടാൻ കാരണം ജീവിതം മുഴുവൻ ഒരിക്കലും മധുരമല്ലല്ലോ. ഒരിക്കലും ഒരു കാലത്തും നമുക്ക് ലൈഫിനെ മധുരമാണ് എന്ന് പറയാൻ പറ്റില്ല. അതില് കയ്പുണ്ട്, വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിനിടയിലും ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു മധുരങ്ങളെ നമ്മൾ തിരിച്ചറിയുക. എന്താ പറയാ, കൽക്കണ്ടം എന്ന് പറയുന്നത് പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന ഒരു സാധനമല്ല. വായിലിട്ട് ഇച്ചിരി നേരം കഴിയണമല്ലോ. പഞ്ചസാര പോലെ പെട്ടെന്ന് അലിയില്ലല്ലോ. അപ്പൊ അതുപോലെ ലൈഫിനെ കുറെ കുറെ പയ്യെ പയ്യെ നമ്മള് അനുഭവിച്ചറിഞ്ഞാല് അതിൽ കുഞ്ഞു കുഞ്ഞു മധുരങ്ങളുണ്ട്. ആ മധുരങ്ങളുടെ ഒരു ബേസ് ചെയ്തിട്ടാണ് കൽക്കണ്ടത്തുണ്ടെന്നുള്ള പേര് ഇട്ടത്. പ്രമേയത്തെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഞാന് പ്രമേയം എന്നൊരു, അല്ലെങ്കിൽ പ്രമേയം എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രേമം അല്ലെങ്കിൽ അനുരാഗം എന്ന് പറയുന്നൊരു വികാരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഖലീൽ ജിബ്രാനും എംബി സിയാദും തമ്മിലുള്ള ഒരു പ്രണയമുണ്ട്. ജിബ്രാൻ ഒരു വായിച്ചപ്പോൾ അത്ഭുതത്തോടെ കണ്ടുകൊണ്ടിരുന്ന പ്രണയമാണ്. ആ 2 പേര് 2 ഭൂഖണ്ഡങ്ങളിലിരുന്ന് ഒന്ന് പരസ്പരം കാണാൻ പോലും കഴിയാതെ വിശ്വാസങ്ങൾ പോലും പരസ്പരം മനസ്സിലാക്കിയ ഭംഗിയുള്ള ഒരു അനുരാഗമാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് പൂർണ്ണമായും നേരിപുറത്തെ ചില ബന്ധങ്ങളെ ഞാൻ 7 വർഷം മുമ്പ് ഒരു വ്യക്തിയെ ഞാൻ കണ്ടു.
ഒരു 2017 തുടക്കമാണ്. ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ട്രോമയൊക്കെ കഴിഞ്ഞിട്ട് പതിയെ ജീവിതത്തെ റിയലൈസ് ചെയ്ത് തുടങ്ങുന്ന, ജീവിതത്തിൻ്റെ പുതിയ ചില തലങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ ഞാൻ പരിചയപ്പെട്ട ഒരു വലിയ മനുഷ്യൻ പങ്കുവെച്ച അയാളുടെ ജീവിതത്തിൻ്റെ ഒരു അനുരാഗത്തിൻ്റെ കഥയുണ്ട്. ജീവിതത്തെ ഏറ്റവും ബഹുമാനിക്കുന്ന, ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന, എൻ്റെ അച്ഛൻ്റെ കരുതാൻ തൊട്ട് താഴെ നിർത്തി ഞാൻ കാണുന്ന ഒരു മനുഷ്യൻ. അയാളുടെ ജീവിതത്തിൽ അയാൾ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി പല കാരണങ്ങൾ കൊണ്ട് അയാളിൽ നിന്ന് അകന്നു പോയിട്ടും ഈ നിമിഷവും നിശബ്ദമായി വളരെ കുലീനമായി അവളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ജിബ്രാൻ എഴുതി വെച്ചതിനൊക്കെ അപ്പുറത്ത് ഇങ്ങനൊരാൾ ഉണ്ടല്ലോ എന്നുള്ളതാണ് ചിന്ത. ശരി, ഇവിടെ നമ്മുടെ ഇടയിൽ വളരെ ഭംഗിയായിട്ട് സ്നേഹിക്കുന്ന, ജലി ആദ്യം പറഞ്ഞതുപോലെ നഷ്ടമായി പോയ സ്നേഹത്തിന്റെ വേദന എന്നും പേറിക്കൊണ്ടിരിക്കുന്ന കുറെ അധികം ആളുകളുണ്ട്. ഇപ്പോഴും ആ സ്നേഹം എങ്ങനെയാണോ ആരംഭിച്ചത് അതിനേക്കാൾ ഭംഗിയായി കൊണ്ടുപോകുന്ന പ്രശാന്തത്തെ പോലെയുള്ളവരുണ്ട്. ഒരു അനുരാഗത്തിന് വേണ്ടി വേദാമ്പതിനെ പോലെ കൊതിച്ച് നടക്കുന്ന ആളുകളുമുണ്ട് നമ്മുടെ കയ്യിൽ. ഷിഹിബിന് ഇന്ന് ഇങ്ങനൊരു സെഷൻ ഷിഹിബിന് ഏറ്റവും അധികം നമ്മൾ ആഗ്രഹിച്ചിരുന്നത് അവർ പലരും തുറന്ന് സംസാരിക്കും എന്നായിരുന്നു. ഇന്നും നമുക്ക് പ്രേമത്തെ കുറിച്ച് സംസാരിക്കാൻ ഒരു ചമ്മലുണ്ട്. ആ ചമ്മലിനെ കുറിച്ചിട്ട് ജനക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയാൻ, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം തുറന്ന് പറയാൻ, മറ്റുള്ളവരോട് നമ്മുടെ ചുറ്റിലേക്കും ഇഷ്ടത്തെ ഒന്ന് പങ്കുവെക്കാൻ കഴിയാതെ മത്സരിക്കുന്ന സുഹൃത്തുക്കളോട് ജനക്ക് പങ്കുവെക്കാനുള്ള എന്താണ്? എനിക്ക് തോന്നുന്നു പ്രണയം തുറന്നു പറയാതിരിക്കുന്ന, അതായത് പ്രണയിക്കുന്ന വ്യക്തിയോട് പോലും തുറന്നു പറയാതിരിക്കുന്നത് ആ വ്യക്തി ചിലപ്പോൾ എങ്ങനെ തിരിച്ച് പ്രതികരിക്കും എന്നുള്ള പേടിയോ ഭയമോ, അല്ലെങ്കിൽ ആ വ്യക്തിനെ എനിക്ക് നഷ്ടമായി പോകുമോ എന്നുള്ള ഒരു ഭയമുണ്ട്. അത് ഈ പ്രണയം പറയുന്നതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞ കേട്ടോ. അതായത് സുഹൃത്തുക്കളായിരിക്കുന്ന രണ്ട് മനുഷ്യരായിരിക്കും, പക്ഷെ അവർ ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഒരാൾക്ക് തോന്നുക എനിക്ക് ഇയാൾ എന്റെ ലൈഫ് പാർട്ട്ണറായിട്ട് വേണം, നന്നായിരിക്കും എന്ന്. പക്ഷെ തുറന്നു പറയാനുള്ള ഒരു പേടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? ചിലപ്പം അയാള് എന്നോട് പ്രതികരിച്ചിട്ട് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ആ സൗഹൃദം കൂടി അവിടെ അങ്ങ് തീർന്നു പോകല്ലേ. അങ്ങനെ ഒരു പേടി കൊണ്ട് പലരും ഇങ്ങനെ പ്രണയം പറയാതെ ഒതുക്കി വെക്കാറുണ്ട്. പിന്നെ പബ്ലിക്കായിട്ട് പ്രണയത്തെ കുറിച്ച് സംസാരിക്കാൻ പോലും ആളുകള് മടിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചിലരോർക്കും ഞാൻ എന്റെ പ്രണയങ്ങളെ കുറിച്ച് പറഞ്ഞ അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യർ എന്ത് വിചാരിക്കും എന്നുള്ള. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ജഡ്ജ്മെന്റൽ ഇല്ലാതെയാണ് നമ്മളൊക്കെ ഇപ്പോഴത്തെ സമൂഹത്തിൽ ജീവിക്കുന്നത്. പക്ഷെ പലരും ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറിച്ച് എന്തോർക്കും, എന്ത് ചിന്തിക്കും എന്നുള്ളൊരു രീതി കൊണ്ടാണ് എനിക്ക് തോന്നുന്നു പലരും തുറന്നു പറയാത്തത്. പക്ഷെ പ്രണയം എന്തായാലും ഏത് ആശയങ്ങളായാലും നമുക്ക് തുറന്നു പറയാനുള്ള ഒരു ഇടമായിരിക്കണം, അല്ലെ? അവിടെയാണല്ലോ നമ്മൾ നമ്മളായിട്ട് നിൽക്കാൻ പറ്റുന്നത്. പ്രണയം എന്നൊരു വാക്കിനെ കുറിച്ചൊക്കെ ഒന്നാതെ ഒന്ന് ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമുക്ക് ഒരു തുടർന്ന വർത്തമാനത്തിന് മുമ്പ് നമുക്കൊരു പാട്ട് കേട്ടാലോ? തീർച്ചയായിട്ടും. ഇവിടെ നമ്മുടെ വിനോദേട്ടൻ, നേരത്തെ വലിയ സൗഭിച്ചേട്ടന്റെ സഹോദരൻ വിനോദേട്ടൻ വളരെ മനോഹര ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽപ്പുണ്ട്. വിനോദേട്ടാ. മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളേ, പാടുകില്ലേ വീണ നീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ, എൻ മുഖം കാണുമ്പോൾ നിൻകൺ മുനകളിൽ
എന്തിത്ര കോപത്തിൻ സിന്ദൂരം എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും എന്തിനാ നീ മൗനം എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും എന്തിനാ നീ മൗനം മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണ മീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ മഞ്ഞു പൊഴിഞ്ഞല്ലോ മാമ്പൂ കൊഴിഞ്ഞല്ലോ പിന്നെയും പൊൻവെയിൽ വന്നല്ലോ നിൻമുഖത്തെന്നോ മറഞ്ഞൊര പുഞ്ചിരി എന്നിനി കാണും ഞാൻ നിൻമുഖത്തെന്നോ മറഞ്ഞൊര പുഞ്ചിരി എന്നിനി കാണും ഞാൻ മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണ മീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. ദിനത്തിന്റെ മാധുര്യം കൂട്ടാൻ മനോഹരമായ ഒരു ഗാനം ആലപിച്ച വിനോദ് ചേട്ടന് ഒരുപാട് സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു. ശരി, ഇത്രയും നേരം നമ്മളെ സംസാരിപ്പിച്ച ശ്രീധർമ്മ വിവാഹം കഴിഞ്ഞ ഒരു കുട്ടിയായിട്ട് വളരെ സ്വസ്ഥമായി പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. ശ്രീധർമ്മയുടെ ജീവിതത്തിന്റെ ഈ വിവാഹാനന്തരമുള്ള പ്രണയം, അനുരാഗം, അതൊന്നും നമുക്ക് കേൾക്കണ്ടേ? ഒന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് ആ പ്രണയമാണ് നമുക്ക് കേൾക്കേണ്ടത്. കോളേജ് ലൈഫിലൊക്കെ അത്യാവശ്യം എല്ലാരെ പോലെ തന്നെ പ്രണയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ അന്നത്തെ ആ ഒരു നമ്മള് ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ. സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് അല്ല, വീട്ടിൽ നമ്മൾ പേടിച്ച് ആ ഒരു കാലഘട്ടമായിരുന്നു എന്റേതും. അതുകൊണ്ട് തന്നെ നമ്മള് വീട്ടിലെ പേടിച്ച് അങ്ങനെ പ്രണയങ്ങളൊക്കെ നമ്മള് വിവാഹത്തിൽ എത്താൻ സാധിച്ചില്ല. അങ്ങനെ ഒരുപാട് വിരഹവും കോളേജിന്റെ മുറ്റം വഴി സങ്കടപ്പെട്ട് നടന്ന ഒരുപാട് കഥകളൊക്കെ തന്നെ എനിക്കുണ്ട്. അങ്ങനെയൊക്കെ ഞാനിപ്പോ അതൊക്കെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുവായിരുന്നു. പക്ഷെ ആങ്കറിങ് ആണല്ലോ നമുക്ക് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ മേഡം പറയുമ്പോൾ ഓരോന്നും ചിന്തിച്ചോണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് നല്ലൊരു പാർട്ണറെ തന്നെ വീട്ടുകാര് സെലക്ട് ചെയ്തു. പിന്നെ അദ്ദേഹത്തിലേക്ക് പ്രണയിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞാണ് ഒരു വില്ലനായിട്ട് മസ്കുലർ ഡിസ്ട്രോഫി എന്നിലേക്ക് വരുന്നത്. നോർമലി ആയിരുന്നു. അപ്പോ ഒരുപാട് ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടും ചേട്ടന്റെ ആ ഒരു ചേർത്ത് പിടിക്കലും കരുതലുമാണ് ഇന്നും എനിക്ക് ഇങ്ങനെ ചിരിച്ച് ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ ദൈവത്തോടൊപ്പം ഇരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ദൈവത്തിന്റെ ഒരു വലിയ അനുഗ്രഹമാണ്. ശരിക്കും കോളേജ് ടൈമില് ഒരുപാട് ഭംഗിയുള്ളവര്, സൂപ്പർ സ്റ്റാറിനെ പോലെ ഇരിക്കുന്നവര്, ജോലിയുള്ളവര്, അതൊക്കെ ആയിരുന്നു വലിയ വലിയ നമ്മുടെ സ്വപ്നങ്ങള്. അതൊക്കെയാണ് ലൈഫില് വലുത് എന്ന് ചിന്തിച്ച ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഈ ഒരു മസ്കുലർ ഡിസ്ട്രോഫി വില്ലനായി വന്നപ്പോ ചേട്ടന്റെ ആ ഒരു കരുതലും ആ ഒരു സ്നേഹവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി ഇതൊന്നും അല്ല ജീവിതത്തില് നമ്മളെ ഈ ചേർത്ത് പിടിക്കലും നമ്മുടെ പോരാഴികൾ അറിഞ്ഞ് നമ്മളെ കരുതുന്ന സ്നേഹവും പ്രണയവും ഒക്കെയാണ് ലൈഫിലെ എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു നിമിഷം കൂടിയാണ്. ഒരു മോളുണ്ട്. സന്തോഷമായിട്ട് പ്രണയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഫുൾ സപ്പോർട്ടാണ് ചേട്ടൻ. അങ്ങനെ ദൈവത്തിന് നന്ദി പറയുന്നു. മുന്നോട്ടും അങ്ങനെ തന്നെ പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രണയം കേട്ടപ്പോ ഒത്തിരി സന്തോഷമായി കേട്ടോ. കാര്യം എന്താന്ന് വെച്ചാൽ ശ്രീ പറഞ്ഞതുപോലെ നമ്മള് പുറമേ കാണുന്ന ഒരു ബാഹ്യമോടികൾക്ക് അപ്പുറത്ത് മനസ്സുകൾ തമ്മിലുള്ളതാണല്ലോ. ഇപ്പൊ നമുക്കൊരു വീഴ്ച വന്നാൽ നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കുന്ന ആ ഒരു മനുഷ്യനാണല്ലോ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ. അങ്ങനെ ഉണ്ടാവുന്ന പ്രണയങ്ങളാണ് ഇക്കാലവും നിലനിൽക്കുന്നതും ഒക്കെ. ഏറ്റവും ഭംഗിയായിട്ട് ഇനിയും പ്രണയിക്കാനാവട്ടെ. ഒത്തിരി സന്തോഷം സ്ത്രീയുടെ കഥ കേട്ടപ്പോ. താങ്ക് യു. ഒരു ചെറിയൊരു ആഗ്രഹമുണ്ട്. ഒരു 4 വരി ഞാനും പാടിക്കോട്ടെ?
ഉറപ്പായിട്ടും പിന്നെന്താ. പ്രണയിക്കുകയായിരുന്നു നാം ഓരോരോ ജന്മങ്ങളിൽ, പ്രണയിക്കുകയായിരുന്നു നാം ഓരോരോ ജന്മങ്ങളിൽ, പ്രണയിക്കയാണു നമ്മൾ ഇനിയും പിറക്കാത്ത ജന്മങ്ങളിൽ, പ്രണയിക്കുകയായിരുന്നു നാം ഓരോരോ ജന്മങ്ങളിൽ. ഈ ബന്ധമെന്നും അനശ്വരമല്ലയോ, അകലുകയില്ലേനി നമ്മൾ. ഈ ബന്ധമെന്നും അനശ്വരമല്ലയോ, അകലുകയില്ലേനി നമ്മൾ. പ്രണയത്തിൻ പാതയിൽ നാം എത്ര കാലം ഇണപിരിയാതെ അകന്നു, നമ്മൾ വേർപിരിയാതെ അകന്നു, പ്രണയിക്കുകയായിരുന്നു നാം ഓരോരോ ജന്മങ്ങളിൽ. ഇപ്പോ കഴിഞ്ഞ ദിവസം ONVയുടെ കഴിഞ്ഞ ദിവസം ONV കുറിപ്പിന്റെ 9ാമത്തെ ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നു. കുറുപ്പ് സാറിന്റെ ഐ മിസ് യു എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വാചകത്തെ അദ്ദേഹം അരികും നീ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാത്രം ഞാൻ വെറുതെ നനച്ചുപോയി എന്ന് വളരെ ഭയങ്കര പോയറ്റിക് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഐ മിസ് യു എന്ന് പറയുന്നൊരു വാചകത്തെ ഇത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം മാറ്റി. ശരിക്കും അനുരാഗത്തെ അല്ലെങ്കിൽ പ്രേമത്തെ ഇത്രയും ഭംഗിയുള്ളതാക്കി മാറ്റാൻ സാഹിത്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് അത്രയും നിറം ഉള്ളതാണ് അനുരാഗം എന്ന് ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ സാഹിത്യത്തിന് എത്രമാത്രം കഴിഞ്ഞിട്ടുണ്ടാകും. അതിനെ കുറിച്ചിട്ട് എന്താ ചെറിയൊരു അഭിപ്രായം? തീർച്ചയായിട്ടും സാഹിത്യ രചനകൾ തന്നെയാണ് ഒരു മനുഷ്യർ തമ്മിലുള്ള പ്രണയത്തെ പോലും അവർ ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സാഹിത്യത്തിലെ 1-2 വരികളൊക്കെ ആയിരിക്കും. ബഷീറിന്റെ കേശവൻ നായരും സാറാമയും തമ്മിലുള്ള ആ ഒരു സംഭാഷണം പോലും ഒക്കെ എടുത്ത് എത്രയോ പ്രണയ ലേഖനങ്ങളിൽ എഴുതി കൊടുത്തിട്ടുണ്ടെന്നറിയോ? പ്രിയപ്പെട്ട സാറാമയെ, ജീവിതം യൗവന ദീക്ഷണവും മദ്രസലുപൂരവുമായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പം അതൊക്കെയാണ് ചിലപ്പോൾ പണ്ട് കാലത്തൊക്കെ പ്രണയ ലേഖനങ്ങളിൽ എഴുതി കൊടുത്തുകൊണ്ടിരുന്നതൊക്കെ തന്നെ. അതുപോലെ തന്നെ സാഹിത്യത്തിന്റെ പല വരികളും ഇപ്പോഴും എടുത്തിട്ട് പ്രണയത്തിലേക്ക് അപ്പൊ അയച്ചു കൊടുക്കുകയോ നമ്മൾ സ്റ്റാറ്റസ് ആയിട്ട് ഇടുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് ശരിക്കും ഒരു പ്രണയത്തെ പുറം ലോകത്തേക്ക് ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ, ചിലവരിപ്പോ മനസ്സിലുണ്ടെന്ന് പറഞ്ഞാലും അതങ്ങനെ പുറത്തേക്ക് പറയില്ലല്ലോ. അപ്പൊ അതിനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഒത്തിരി സാഹിത്യ രചനകൾ സഹായിച്ചിട്ടുണ്ട്. പുസ്തകങ്ങൾ പോലും ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തെ യങ് ജനറേഷനിലുള്ള ഒരു കുട്ടിയാണ് കേട്ടോ, എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ചേച്ചി എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം, ഏത് പുസ്തകം കൊടുക്കാം വാലന്റൈൻസ് ഡേക്ക്. അപ്പം ഞാൻ ഓർക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പം വായിക്കുവോടാ? അപ്പൊ അതിനെന്താ ചേച്ചി, വായിക്കും, കൊടുക്കേണ്ട ആ പുസ്തകം പറയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറയാം, അപ്പൊ അങ്ങനെ പോലും പുസ്തകങ്ങളിലൂടെയാണ് അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനങ്ങളൊക്കെ അതാണല്ലോ. ഒരു മിഠായിയുടെ മധുരമോ ഒരു പുസ്തകമോ കത്തൊന്നും ഇപ്പൊ ഇല്ലല്ലോ, ഇപ്പൊ മെസ്സേജുകളല്ലേ. അപ്പം ഇങ്ങനെയുള്ള ഒരു ഇതൊക്കെ നമ്മുടെ മൈൻഡിന്റെ വി എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഉണ്ട്, വുമൻസ് എംപവർമെന്റ് എന്നാണ് ആ പ്രോജക്റ്റിന്റെ പേര്. അപ്പൊ വിയോടനുബന്ധിച്ചിട്ട് വിയുടെ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നമ്മളൊരു പ്രണയ ലേഖന മത്സരം നടത്തിയിരുന്നു. അതിന്റെ വിജയരേഖ പ്രഖ്യാപിച്ച ഒരു ദിവസമാണ്. അത് ഭംഗിയായിട്ട് എഴുതിയ പ്രണയലേഖനങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര സന്തോഷം തോന്നും. കാരണം മനുഷ്യനെ അല്ലാതെ ഇങ്ങനെ ഉന്മാദിയാക്കുന്ന ഒരു വികാരങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും പ്രണയമാണ് ഒരു മനുഷ്യനെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ആ മനുഷ്യന്റെ മുഖത്തൊരു പ്രസാദം വരുത്തുന്നത് ചിലപ്പോ അയാൾ പ്രണയിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ കൊണ്ടാണ്. നമ്മൾ പ്രണയിക്കപ്പെടുന്നു എന്ന തോന്നലിനോളം ഭയങ്കര സന്തോഷം തരുന്ന വേറൊന്നുമില്ല, ഇല്ലേ? പ്രണയിക്കപ്പെടുന്നു, നമ്മൾ സ്നേഹിക്കപ്പെടുന്നു, നമ്മൾ ഒരാളാൽ ഓർക്കപ്പെടുന്നു എന്നതൊക്കെയാണ് നമ്മളിൽ സന്തോഷം തരുന്നത്, നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി തരുന്നത്. നമ്മൾ ശരിക്കും പ്രണയിക്കുന്ന മനുഷ്യനെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. സ്നേഹിക്കുന്നു എന്നൊരുപരിയായിട്ട്
അവൻ അല്ലെങ്കിൽ അവൾ നൽകുന്ന ഒരു ബഹുമാനമുണ്ട്, ഒരു അതെ മതിപ്പുണ്ട്. ശരിക്കും ആ മതിപ്പാണ് മറ്റെന്തിനേക്കാളും നമുക്ക് ഒരു ബന്ധത്തിന്റെ സജീവത മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. ഇവിടെ ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മാസത്തെ മാഗസിൻ വാലന്റൈൻ ഡേ സ്പെഷ്യൽ എഡിഷൻ ആയതുകൊണ്ടും അത് ഇത്ര നല്ലൊരു ഗസ്റ്റ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഗസ്റ്റിനെ കൊണ്ട് തന്നെ അത് പബ്ലിക്കേഷൻ ചെയ്യിപ്പിച്ച് ഇടയുന്നതായിരിക്കും. ഭംഗിയാകും, കുറെ ഭംഗിയാകും. അപ്പൊ മാമിന് ദിവ്യ ചേച്ചി മാഗസിൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ടോ? അതൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തൊന്ന് എല്ലാരെയും കാണിച്ചു കൊടുക്കുമോ? അതിനു മുമ്പ് പ്രസിദ്ധ രണ്ടുപേരും പാട്ട് രണ്ടുപേരും അത് സാരമാണ്. രണ്ടുപേരും ഇപ്പം മാഡം പറഞ്ഞ പോലെ എന്താ പറയാ, പറയാതെ പോകുന്ന പ്രണയത്തെ കുറിച്ചിട്ടാണ് കൂടുതലും സംസാരിച്ചത്. അപ്പൊ അതിൽ പറയുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പറയാണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും തലോടുന്നത്ര ഒരു തലോടൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അത്രയധികം നമ്മൾ ഓരോ നിമിഷത്തിലും അവരെ പരസ്പരം എന്ന് വെച്ചാൽ ഉദ്ദേശിച്ച നമുക്ക് അങ്ങോട്ടുള്ള ഇഷ്ടമാണെങ്കിലും ഇങ്ങോട്ടുള്ള ഇഷ്ടമാണെങ്കിലും നമ്മൾ ആസ്വദിക്കുന്ന അത്ര പിന്നീട് പ്രണയത്തിൽ പലപ്പോഴും കാണാറില്ല. ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെയില്ല. ഇന്നൊരു സ്വിച്ച് ഇട്ട പോലെയുള്ള പ്രണയങ്ങളാണ്. ജസ്റ്റ് വാട്സപ്പിൽ ഹായ്ഡ ഒരു ലവ് ഇട്ട് അടുത്ത സെക്കൻഡിലേക്ക് പോകുന്ന പ്രണയങ്ങളാണ് കൂടുതൽ. അത് അതേപോലെ തന്നെ അസ്തമിച്ചു പോകുന്ന പണ്ടത്തെ പ്രണയങ്ങളെ നമ്മളിങ്ങനെ മരഞ്ചുറ്റി പ്രണയങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത്തരം പ്രണയങ്ങളല്ല. മറിച്ച് ഇന്ന് എനിക്ക് കുറച്ചും കൂടി തോന്നിയിട്ടുള്ളത്, നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇന്ന് കുറെ കൂടെ സ്ത്രീകളുടെ പ്രത്യേകിച്ച് പ്രണയിക്കുന്ന പെൺകുട്ടികളോട് ആൺകുട്ടികൾ എന്ന് വെച്ചാൽ റിയൽ ലവ് ഉള്ള ആളുകൾക്കിടയിൽ കുറെ കൂടെ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. ആ ഒരു സ്വാതന്ത്ര്യമുണ്ട് ഇപ്പം റെസ്പെക്ട് ചെയ്യാൻ സൊസൈറ്റിയിൽ മൊത്തം വരുന്നൊരു മാറ്റത്തിന്റെ ഭാഗം കൂടിയായിരിക്കും. പണ്ട് ഉള്ള പ്രണയങ്ങൾ പലപ്പോഴും ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ അത് തളിർക്കാൻ കുറച്ച് സമയം എടുക്കും. അത് പക്ഷെ അവസാനത്തിലേക്കൊക്കെ എത്തുമ്പോൾ കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ എന്ന് വെച്ചാല് ചിലപ്പോൾ ഒരു ഫാമിലി ലൈഫിലേക്കൊക്കെ കിടക്കുന്ന സമയത്ത് അതങ്ങ് അസ്തമിച്ച് പോവാറുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഇന്ന് വളരെ വേഗത്തിൽ അത് ചൂടായി പെട്ടെന്ന് തന്നെ തണുത്തു പോകുന്നുണ്ട്. ഈ രണ്ട് രീതികളിലും സംഭവിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇന്നത്തെ പ്രണയത്തെ അങ്ങനെയാണ് കാണാനാണ് ഇഷ്ടം. കുറെ കൂടെ സ്വാതന്ത്ര്യം പരസ്പരം സംസാരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാനൊക്കെയുള്ള സ്പേസുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഞാൻ എല്ലാവരോടും പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഭൂരിപക്ഷം ആളുകൾക്കും അനുഭവിക്കപ്പെടാതെ പോയ ഒരു സംഭവമാണ് ഈ പ്രണയം എന്നൊക്കെ ഉള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലരും സംസാരിക്കുമ്പോൾ ഇപ്പം വിവാഹം വരെ കഴിച്ച ആളുകളാണെങ്കിൽ പോലും അവർക്കിടയിൽ ഒരു പ്രണയം എന്ന് പറയുന്ന സംഭവം പലപ്പോഴും ദിവസങ്ങളിലുള്ളിൽ നഷ്ടപ്പെട്ടു പോയതായിട്ട് അനുഭവങ്ങൾ പലരും പറയാറുണ്ട്. അപ്പം അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് ശരിക്കും നമുക്ക് ശരിക്കും സങ്കടം തോന്നുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അതാണ്. കാരണം ജീവിതം ഒരു മനുഷ്യന്റെ ഒരു ആയുസ് ഒരു പ്രാവശ്യം ഉള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് ഒരു പ്രണയം അനുഭവിക്കാതെ പോവുക എന്ന് പറയുന്നതിലപ്പുറം വേറെ എന്താ പറയാ ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. കാരണം ബാക്കിയെല്ലാം നമുക്ക് സാമ്പത്തികമായിക്കോട്ടെ ബാക്കിയുള്ള എല്ലാം നമുക്ക് അത് മാറ്റി നിർത്താൻ പറ്റുന്നതാണ്. പക്ഷെ ജീവിതത്തിൽ ഒരു നിമിഷത്തിൽ അല്ലെ ഒരു സമയത്തിലെങ്കിലും നമുക്ക് പ്രണയം അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലെ ഒരു ദുരന്തം ഈ മനുഷ്യ ജീവിതത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ്. ആ നിലയ്ക്കാണ് പ്രണയത്തെ കാണുന്നത്. അതുകൊണ്ട് എല്ലാവരോടും നിങ്ങൾക്ക് എന്താ പറയാ, ഞാൻ കുറെ കൂടെ ഇത് പറയുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ ചുണ്ടിൽ ഒരു എന്താ പറയാ ഒരു ചിരിയായിട്ടെങ്കിലും ആ ചിരി കാണാനുള്ളതെങ്കിലായിട്ട് നമുക്ക് പ്രണയത്തെ കണ്ട് നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാം. നഷ്ടപ്പെട്ട പ്രണയത്തോളം എന്താ പറയാ തീവ്രതയുള്ള മറ്റൊന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ എല്ലാവർക്കും വാലന്റൈൻസ് ഡേ ആശംസകൾ. ഇതുപോലെ നീ മരിച്ചതായി ഞാനും ഞാൻ മരിച്ചതായി നീ കരുതുക, ചുംബിച്ച ചുണ്ടുകളെ തീർച്ചയായിട്ടും ഇതൊരു നമ്മുടെ ചടങ്ങിലോട്ടൊന്ന് കടക്കാമെന്ന് തോന്നുന്നു. അപ്പൊ ഇടം മാഗസിന്റെ ഫെബ്രുവരി എഡിഷൻ ആണ്, വാലന്റൈൻസ് സ്പെഷ്യൽ എഡിഷൻ ആണ്. അതിന്റെ കവർ കണ്ടിട്ട് ഭയങ്കര രസമുണ്ട് കേട്ടോ, ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര സന്തോഷം തരുന്ന ഒരു കവറാണ് കേട്ടോ. നോക്കുമ്പോ നല്ല ആരാ മെറിൻ കവറ് ഇതാണ് കേട്ടോ, കാണാവോ എല്ലാവർക്കും? ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ കവറ്?
നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ ചെറിയ അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത്? മനസ്സിലുള്ള പ്രണയത്തെ എപ്പോഴെങ്കിലും ഒക്കെ തുറന്നു പറയാനാവട്ടെ, പ്രണയിക്കാനാവട്ടെ, പ്രണയിക്കപ്പെടാനാവട്ടെ, പ്രണയിച്ചുകൊണ്ട് ജീവിക്കാനാവട്ടെ. ഓക്കെ, ബൈ. താങ്ക് യു. താങ്ക് യു മാം. ഒരുപാട് ജെറി മാഡത്തിന് താങ്ക് യു മാം. ഒരുപാട് നന്ദിയും സ്നേഹവും. താങ്ക് യു.